ഹലോ, നമുക്ക് കെ മാപ്പിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഇവിടെ വരുന്നത് ഈ ഒരു കെ മാപ്പിൽ വരുന്നത് കണ്ടോ, ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഈ കെ മാപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്യാം അല്ലേ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം? ബാക്കി ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ചെയ്തൂടെ? ഇവരെങ്ങനെ ചെയ്യാം, ഇവരെങ്ങനെ ചെയ്യാം, ഇവരെങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചാൽ ഈ റെഡ് കളറിൽ ഗ്രൂപ്പ് ചെയ്ത വൺസ് ബാക്കി എല്ലാ ഗ്രൂപ്പായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയാം റിഡൻഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. റിഡൻഡൻറ്റ് ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുമായിട്ട് തന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ വൺസും ഗ്രൂപ്പായിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്, ഗ്രൂപ്പിലുള്ള എല്ലാ വൺസും ബാക്കി എല്ലാ ഗ്രൂപ്പുമായിട്ടും ഗ്രൂപ്പിംഗ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ആ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയുന്നത്? റിഡൻഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് കളറിലുള്ള എല്ലാ ഗ്രൂപ്പുകളും 4 ഗ്രൂപ്പുകളും മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഈ SOPയിൽ ആകെ 4 ടേംസേ ഉണ്ടാവുള്ളൂ അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പും സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പ് സോൾവ് ചെയ്ത് നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് 1 വരുന്നത് നോക്കാം, A0 B1 C0 D0 അല്ലേ. അത് നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതി 0 1 C0 D0. നെക്സ്റ്റ് 1 വരുന്നത്, നെക്സ്റ്റ് ഇയാൾ അല്ലേ, ഇയാൾ വരുന്നത് എന്താ? 0 1 0 0. നമുക്കിത് സോൾവ് ചെയ്യാം. 0 1 ആണ്. നമുക്ക് ഈ ഡീനെ എന്ത് ചെയ്യാം? ഡീനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരുന്നത്? എ ബാർ അല്ലേ, ബി സി ബാർ, എ ബാർ ബി സി ബാർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് നോക്കിക്കോ. സെക്കൻഡ് ഗ്രൂപ്പ് ഇയാൾ അല്ലേ, ഇയാൾ 1 1 0 1 1 1 0 1. നെക്സ്റ്റ് ഇയാളല്ലേ 1 0 0 1. ഇവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ബീനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ബാക്കി എന്താ വരുന്നത്? എ സി ഡി വരുന്നുണ്ട്. എങ്ങനെ എഴുതാം? എ സി ബാർ ഡി എന്ന് എഴുതാം അല്ലേ. സി രണ്ടും 0 0 ആണ് വരുന്നത്, ഇപ്പോൾ സി ബാർ എന്ന് എഴുതാം. ഡി രണ്ടും 1 1 ആണ് വരുന്നത്, ഇപ്പോൾ ഡി എന്ന് എഴുതാം അല്ലേ. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് ഏതാ വരുന്നത്? ഈ 1 അല്ലേ, 1 ഇയാളല്ലേ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് 1 1 1 1 1 അല്ലേ, 1 1 1 1. നെക്സ്റ്റ് 1 1 1 0 വരും അല്ലേ. നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ ഡീനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ഡി ആണ് 1ഉം 0ഉം വരുന്നത്. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? എ ബി സി, 3ഉം 1 ആയതുകൊണ്ട് എ ബി സി എന്നുണ്ടാവും അല്ലേ. ഇനി ഫോർത്ത് ഗ്രൂപ്പ് നോക്കിയോ. ഫോർത്ത് ഗ്രൂപ്പ് ഇയാൾ, നെക്സ്റ്റ് ഇയാൾ അല്ലേ. ഫസ്റ്റ് 1 ഇതെടുക്കുക, 0 0 1 1 0 0 1 1ഉം നെക്സ്റ്റ് 0 1 1 1ഉം. ഇതിലാരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം? നോക്കിയാൽ A0 0 B0 1 അല്ല, അപ്പോൾ ബീനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. ബീനെ ക്യാൻസൽ ചെയ്തു. ആൻസർ വരുന്നത് എ കോംപ്ലിമെൻറ്റ്, A0 0 ആയതുകൊണ്ട് എ കോംപ്ലിമെൻറ്റ് സി ഡി. അപ്പോൾ ഇത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. അതായത് ഫസ്റ്റ് എന്താണ്? എ ബാർ ബി സി ബാർ, എ ബാർ സി ബി സി ബാർ ഏതാ നോക്കാം. ഓക്കെ, ഇതിൽ വരുന്നത് എ ബാർ ഇതല്ലേ. ഓക്കെ, നെക്സ്റ്റ് എ സി ബാർ ഡി,
എ സി ബാർ ഡി എവിടെ ഇല്ല എ സി ബാർ ഡി വരുന്നുണ്ട്. നെക്സ്റ്റ് എ ബി സി വരുന്നുണ്ട്. നെക്സ്റ്റ് എ ബാർ സി ഡി ആൻസർ വരുന്നത് എന്താ? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് റിഡൻഡൻറ്റ് ഗ്രൂപ്പ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം അത് ഓൾറെഡി എല്ലാ വൺസും വേറെ ഒരു ഗ്രൂപ്പുമായിട്ട് ഗ്രൂപ്പിംഗ് നടന്നിട്ടുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ റിഡൻഡൻറ്റ് ഗ്രൂപ്പ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഡൻഡൻറ്റ് ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കണം. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ റിഡൻഡൻറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് കെ മാപ്പിൽ തന്നെ വരുന്ന കുറച്ച് ഒരു ടെക്നിക്കൽ ടേംസ് ആണ്. ഇംപ്ലിക്കൻസ്, പ്രൈം ഇംപ്ലിക്കൻസ്, എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ്. ഓക്കെ, അതുകൂടാതെ റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻസ് ഉണ്ട്. ഓക്കെ, അതെന്താ നോക്കാം. ആദ്യം നമുക്ക് ഇംപ്ലിക്കൻ്റ് എന്താ നോക്കാം. ഇംപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കെ മാപ്പ് വരച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട് നോക്കാം. എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട് അത്ര ഇംപ്ലിക്കൻസ് ഉണ്ടാവും. ഈ നമ്പർ ഓഫ് വൺസിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കെ മാപ്പ് കൺസിഡർ ചെയ്യാം. ഈ ഒരു കെ മാപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 8 നമ്പർ ഓഫ് വൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഇംപ്ലിക്കൻസിൻ്റെ നമ്പർ എന്തായിരിക്കും? 8 ആയിരിക്കും. ഇനി നമ്മൾ പ്രൈം ഇംപ്ലിക്കൻസ് ഉണ്ട്. പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കാം, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത് റിഡൻഡൻ്റ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഗ്രൂപ്പാണ്. നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഫിഫ്ത്ത് ഗ്രൂപ്പ് അല്ലേ. നമുക്ക് എത്ര മാത്രം മാക്സിമം നമ്പർ ഓഫ് ഗ്രൂപ്പ് ഇതിൽ ചെയ്യാൻ പറ്റും അത്ര പ്രൈം ഇംപ്ലിക്കൻസ് ഉണ്ടാവും. അപ്പം പ്രൈം ഇംപ്ലിക്കൻസ് നമ്പർ 5. ഇനി എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ഉണ്ട്. എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് എടുത്തു, ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു വൺ എങ്കിലും വേറെ ഒരു ഗ്രൂപ്പുമായിട്ടും ഗ്രൂപ്പിംഗ് നടക്കാതെ വരുന്ന സമയത്ത് അത്തരം ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് പറയുന്നത്? എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ടെക്നിക്കൽ ടേം ഇങ്ങനെയൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് 1 മിൻ ടേം വിച്ച് നോട്ട് കവേർഡ് ബൈ എനി അതർ പ്രൈം ഇംപ്ലിക്കൻസ്. അതായത് ഇങ്ങനെയല്ല, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് നമ്പർ ഓഫ് വൺസ് ഉണ്ടാവില്ലേ. അതിൽ ഒരു സിംഗിൾ നമ്പർ ഓഫ് വൺസ് എങ്കിലും വേറെ ഒരു ഗ്രൂപ്പുമായിട്ടും ഗ്രൂപ്പിംഗ് നടക്കാതെ വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ സമയത്ത് ഈ ഗ്രൂപ്പിൽ 2 നമ്പർ ഓഫ് വൺസ് ഉണ്ട് അല്ലേ. ഈ 2 നമ്പർ ഓഫ് വൺസിൽ ഇയാൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇയാൾ വേറെ ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ഇത് നോക്കാം, ഇയാൾ വേറെ എവിടെയും കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇയാളും ഒരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ആണ്, ഇയാളൊരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ആണ്, ഇയാളൊരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ആണ്. അപ്പോൾ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് നമ്പർ ഓഫ് 4 ആണ്. റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻസിൻ്റെ നമ്മൾ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ എല്ലാ നമ്പർ ഓഫ് വൺസും ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രൂപ്പിംഗ് നടന്നിട്ടുണ്ട് അല്ലേ. അതിലുള്ള എല്ലാ എലമെൻസും ബാക്കി ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുമായിട്ട് ഗ്രൂപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണെന്ത്? റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻസ്. ഇതിൽ നമ്പർ ഓഫ് റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻസ് 1 ആണ്. ഓക്കെ, ഇതൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അടുത്തൊരു ഇത് തന്നെയാണ്, ഈ ഒരു കെ മാപ്പ് തന്നെയാണ് ഇത് തന്നിട്ടുള്ളത്. ഇത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇംപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ്. എത്ര നമ്പർ ഓഫ് വൺസ് ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ. അപ്പോൾ 7 നമ്പർ ഓഫ് വൺസ് ഉണ്ട്. ഓക്കെ, ഇനി എത്ര പ്രൈം ഇംപ്ലിക്കൻസ് ഉണ്ട്? പ്രൈം ഇംപ്ലിക്കൻസ് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രൂപ്പിനെ നമ്മൾ പ്രൈം ഇംപ്ലിക്കൻസ് പറയാം. നമുക്കിവിടെ പോസിബിൾ ആവുന്ന പ്രൈം ഗ്രൂപ്പിംഗ് ഏതാ? 1. ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോസിബിളാണ്, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോസിബിളാണ്, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോസിബിളാണ് അല്ലേ. പിന്നെ നമുക്ക് ഇങ്ങനെ പോസിബിളാണ്, ഇങ്ങനെ പോസിബിളാണ്, ഇങ്ങനെ പോസിബിളാണ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ്
ഗ്രൂപ്പിംഗ് എത്ര? 1 2 3 4 5 6 അല്ലേ? അതാണ് പ്രൈം ഇംപ്ലിക്കൻസ്. ഇനി എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്താണ്? എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് എടുക്കുക, ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു വണ്ണെങ്കിലും വേറെ ആരുമായിട്ടും ഗ്രൂപ്പിംഗ് നടക്കാതിരിക്കുക. ആ ഗ്രൂപ്പ് മാത്രം ഗ്രൂപ്പിംഗ് നടത്തിയിട്ട് ബാക്കിയുള്ള ഒരു ഗ്രൂപ്പുമായിട്ടും ഗ്രൂപ്പിങ്ങിൽ ഏർപ്പെടാതിരിക്കുക. അതാണ് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം. ഈ ഗ്രൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു വൺ ഉണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ എന്താ ഇയാൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇയാൾ ഈ ഗ്രൂപ്പിലും ഉള്ള ആളാണ് അല്ലേ. അപ്പോൾ ഇയാൾ ഉള്ളത് കൊണ്ട് ഇത് എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ആവില്ല. ഇനി ഈ ഒരു വണ്ണിനെ നോക്കുക, ഈ വണ്ണ് ഈ ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കുക. ഈ ഗ്രൂപ്പ് നോക്കുക, ഈ ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പായിട്ട്, ഒരു ഗ്രൂപ്പ് ഇത് ഒരു ഗ്രൂപ്പ് ഇത് രണ്ടുമായിട്ടും അസൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കുക, 1 നോക്കുക, ഇയാൾ ഇതുമായിട്ടും അസൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 1 ഇയാൾ ഇതുമായിട്ടും ഈ ഗ്രൂപ്പുമായിട്ടും അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇയാൾ ഈ ഗ്രൂപ്പുമായിട്ടും അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇയാളെ നോക്കുന്ന സമയത്ത് ഇയാൾ ഈ ഗ്രൂപ്പ് മാത്രം ആയിട്ടാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, വേറെ ഒരു ഗ്രൂപ്പുമായിട്ടും അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇയാളുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻസ് ഇവിടെ 2 എണ്ണമാണ്. ഓക്കെ, ഇനി ഇതിൽ റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻ്റ് ഉണ്ടോ നോക്കാം. നമ്മൾ ഗ്രൂപ്പിംഗ് ആക്കിയ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കി അല്ലേ. ഓക്കെ, പിന്നെ ഈ വണ്ണിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പാക്കി. ഓക്കെ, അങ്ങനെയല്ലേ. ഇനി നോക്കിയാൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി അതിലെ 2 വണ്ണും വേറെ ഏതെങ്കിലും ഒരു വണ്ണുമായിട്ട് ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റഡ് ആണ് അല്ലേ. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ ഇവരെ രണ്ടായാലും നമുക്ക് എന്ത് ചെയ്യാം, റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻ്റ് എന്ന് പറയാം. റിഡൻഡൻറ്റ് പ്രൈം ഇംപ്ലിക്കൻ്റ്. ഓക്കെ, ഇനി നമുക്ക് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണ്. ഇപ്പോൾ നമ്മൾ ബൂളിയൻ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സർക്യൂട്ടിലേക്ക് വരാം. കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻസ് സർക്യൂട്ടിൻ്റെയും ബേസിക് കാര്യം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, കോമ്പിനേഷൻ സർക്യൂട്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട്. നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് പറയുന്ന സമയത്ത് നമ്മൾ ബേസിക് ഗേറ്റ്സ് വെച്ചിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻപുട്ടുകൾ ഉണ്ടാവും അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് സർക്യൂട്ട് ഇൻപുട്ടുകൾ ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, ഇത്തരം സർക്യൂട്ടിനെ നമ്മൾ എന്ത് പറയുന്നത്, കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സോർ ഗേറ്റും കൂടി വെച്ചിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ XY എന്ന് പറഞ്ഞിട്ടുള്ള 2 ഔട്ട്പുട്ട് ഉണ്ടാവാം, ABCD എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടുകൾ ഉണ്ടാവാം അല്ലേ. അതായത് നമ്മൾ ബേസിക് ഗേറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സർക്യൂട്ടിനെ നമ്മൾ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയാം. അതിന് നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആക്കി വരക്കാം. ഈ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം, കുറച്ച് ഇൻപുട്ടുകൾ ഉണ്ട് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്, ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ഓൺലി.
കണ്ട, ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ പ്രസൻറ്റ് ഇൻപുട്ട് ഓൺലി. അതായത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഔട്ട്പുട്ടുകൾ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യും. അതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇനി നമുക്ക് എന്താണ് ഇപ്പം ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് വരുമ്പോൾ പറയാം, അത് നോക്കാം. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് കിട്ടും അല്ലേ. ഈ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കും, ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഈ ഫീഡ്ബാക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫീഡ്ബാക്ക്, അതായത് ഒരു ഔട്ട്പുട്ടാണല്ലോ ഇൻപുട്ടിലേക്ക് തന്നെ കൊടുക്കുക, വീണ്ടും ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ഈ ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വെക്കും, ഒരു മെമ്മറി ഇവിടെ വെക്കും. ഓക്കെ, അപ്പോൾ ഒരു മെമ്മറി ഉണ്ടാവും. ആ മെമ്മറി എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്കിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ഉണ്ടാവും. അത് കൂടാതെ ഒരു ക്ലോക്ക് സിഗ്നൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട്. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം സീക്വൻഷ്യൽ സർക്യൂട്ടിനെ? ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ ഈ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അത് പ്രസൻറ്റ് ഇൻപുട്ട് ആൻഡ്, അതായത് ഇപ്പോൾ ഇവിടെ വന്ന ഔട്ട്പുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. പാസ്റ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട്. ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ എഴുതാം, നോ മെമ്മറി ഫോർ എന്തിനു വേണ്ടിയിട്ട്, സ്റ്റോറിങ് പാസ്റ്റ് ഔട്ട്പുട്ട് അല്ലേ. നെക്സ്റ്റ് എന്ത് ചെയ്താൽ നോ ക്ലോക്ക് സിഗ്നലിന് എഴുതാം. ഇനി ഇവിടെ എന്തുണ്ടാവും, ഇവിടെ മെമ്മറി ഉണ്ടാവും, ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹാവ് മെമ്മറി യൂണിറ്റ് ഉണ്ടാവും, ഹാവ് ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെ എക്സാമ്പിളാണ് ഹാഫ് ആഡർ, ഫുൾ ആഡർ, നെക്സ്റ്റ് ഹാഫ് സബ്സ്ട്രാക്ടർ, ഫുൾ സബ്സ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ, എൻകോഡേഴ്സ്, ഡീകോഡേഴ്സ്. ഓക്കെ, സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിളാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമുക്കിതൊക്കെ പഠിക്കാണ്ട് SR, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്. കൗണ്ടേഴ്സ് പഠിക്കാണ്ട്, രജിസ്റ്റേഴ്സ്, സാധാരണ നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പറയും. ഓക്കെ, ഇതാണ് സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, നമുക്കിനി ഈ ഒരു കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ.